सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्। നമസ്കാരം. ജ്യോതിർഗമയുടെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്തിനിർഭരമായ വ്രതാനുഷ്ഠാനങ്ങളുടെയും ഉറക്കളപ്പിൻ്റെയും സമ്പന്ന സ്വഭാവമായി മഹാശിവരാത്രി വരികയാണ്. ഓരോ ഭക്തഹൃദയങ്ങളും ഭഗവത് ചൈതന്യം ഏറ്റുവാങ്ങുന്നതിനായി ത്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഓരോ ഭക്തരുടെയും ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകാം. ശിവരാത്രി എങ്ങനെ ആചരിക്കണം? എന്താണ് ശിവരാത്രിയുടെ ആധ്യാത്മിക തത്വം? ഇതിനൊക്കെ നമുക്ക് ഉത്തരം തരുന്നതിനായി തിരുവനന്തപുരം പ്രജാപിത ബ്രഹ്മകുമാരി ശിശിരിയ വിശ്വവിദ്യാലയത്തിൻ്റെ മുഖ്യപ്രശാസികയായ മിനി സിസ്റ്റർ നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലമായി ഈശ്വരീയ സേവനത്തിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച സിസ്റ്ററിനെ പോലെ ഒരു മഹത് വ്യക്തിത്വം ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. സിസ്റ്ററിനെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം സിസ്റ്റർ. ഏതൊരു ഉത്സവത്തിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യത്തിൻ്റെ പിന്നാമ്പറമുണ്ടാകും, ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയുണ്ടാകും. അതുപോലെ തന്നെ ഈ ശിവരാത്രിക്ക് പിന്നിലും ഒരു കഥ ഉണ്ടാകണം, ഒരു ഐതിഹ്യം ഉണ്ടാകണം. എന്താണ് ഈ ശിവരാത്രിയുടെ പിന്നിലുള്ള കഥ? മഹാശിവരാത്രിയുടെ പിന്നിലുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് ഒരു പൂമാല സമ്മാനിച്ചു. ദേവേന്ദ്രൻ ഉടനെ തന്നെ ആ പൂമാല ഐരാവതത്തിൻ്റെ തലയിൽ വെക്കുകയും ചെയ്തു. ആ പൂമാലയുടെ തീക്ഷ്ണഗന്ധം കാരണം ആകർഷിക്കപ്പെട്ട തേനീച്ചകളുടെ ശല്യം സഹിക്കവയ്യാതെ ഐരാവതം എന്തു ചെയ്തു? ആ പൂമാല എറിഞ്ഞ് കാൽക്കീഴിലിട്ട് അത് ചതച്ചരച്ചു. ഇതറിഞ്ഞ ക്ഷിപ്രകോപിയായ ദുർവാസാവ് മഹർഷി ദേവകുലത്തെ മൊത്തം ശപിച്ചു. ജരാനര ബാധിക്കട്ടെ എന്നായിരുന്നു ശാപം. ശാപമുക്തിക്ക് വേണ്ടി എല്ലാ ദേവന്മാരും കേണപേക്ഷിച്ചു. അങ്ങനെ ശാപമോക്ഷത്തിന് വേണ്ടി പാലാഴി കടയാനായിരുന്നു ഉപദേശം. പാലാഴി എന്ന് പറയുമ്പോൾ വിഷ്ണു ശയിക്കുന്ന ആ കടൽ. പാലാഴി എങ്ങനെ കടയും? പാലാഴി കടയാൻ മന്ദരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും ഉപയോഗിച്ചു. അങ്ങനെ ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരും ചേർന്ന് കടയിൽ ആരംഭിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ പെട്ടെന്ന് വാസുകി തളർന്നുപോയി. തളർന്ന വാസുകി മാരകമായ കാളകൂട വിഷം ഛർദ്ദിച്ചു. ഈ കാളകൂട വിഷം ഏറ്റുവാങ്ങാൻ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല എന്ന് ദേവർകൾക്ക് എല്ലാവർക്കും അറിയാം. അത് പരമശിവന് മാത്രമേ സാധിക്കൂ. ഈ വിഷം ഉടനെ തന്നെ പരമശിവൻ പാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ പരമശിവന് വിഷമേൽക്കാതിരിക്കാൻ വേണ്ടി പാർവതി കഴുത്തിന് കയറി പിടിച്ചു. മഹാവിഷ്ണു വിശ്വപരിപാലകനായതുകൊണ്ട് വായും പൊത്തിപ്പിടിച്ചു. പുറത്തേക്കും പോകാൻ പാടില്ലല്ലോ, ഭൂമി നശിച്ചു പോവും. പാലാഴി കടഞ്ഞപ്പോൾ പിന്നീട് അതിൽ നിന്ന് അമൃത് പൊങ്ങി വരികയും ആ അമൃത് പാനം ചെയ്ത് ദേവന്മാരുടെ ജരാനരകളെല്ലാം മാറി അവർക്ക് ശാപമോക്ഷം കിട്ടുകയും ചെയ്തു. സിസ്റ്റർ പറഞ്ഞു, അതായത് മഹാദേവൻ വിഷം പാനം ചെയ്തു. മഹാദേവൻ വിഷം പാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ പാർവതി കഴുത്തിന് പിടിച്ച് ആ വിഷം താഴേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് അങ്ങനെ മഹാദേവൻ്റെ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? മഹാദേവൻ്റെ ജീവൻ രക്ഷിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഈശ്വരനെ കുറിച്ച് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? സ്വയംഭൂവാണ്, ജനന മരണ രഹിതനാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിൽ എന്തോ ഒരു വിരോധാഭാസം ഒളിഞ്ഞു കിടപ്പില്ലേ സിസ്റ്റർ? നമ്മുടെ ഋഷി മുനീശ്വരന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ഇതിഹാസങ്ങൾ ഒരിക്കലും തെറ്റല്ല. അതിൻ്റെ എല്ലാം പുറകിൽ ഒളിഞ്ഞു കിടക്കുന്ന ആധ്യാത്മിക രഹസ്യങ്ങൾ മനസ്സിലാക്കിയാൽ അതെല്ലാം ഇന്നത്തെ ഈ ലോകത്തിലെ മനുഷ്യരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ സർവരക്ഷകനാണ്. ആ ഈശ്വരൻ ഒരിക്കലും ഈ ഭൗതികമായി നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷമായിരിക്കില്ല പാനം ചെയ്തത്. ആ വിഷത്തിൻ്റെ പുറകിൽ ഒരു ആധ്യാത്മിക രഹസ്യമുണ്ട്. അതിൻ്റെ അർത്ഥം ഇന്നത്തെ ലോകത്തിൽ നമ്മൾ കാണുന്നതെല്ലാം സാധാരണ മനുഷ്യരാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ദേവീദേവന്മാരെയാണ്. പക്ഷെ ഇവരെല്ലാവരും തന്നെ ജനന മരണങ്ങളിൽ വരുന്നവരാണ്.
അപ്പം അവർക്കാർക്കും തന്നെ ഇത്രയും മനുഷ്യരാശിയുടെ മുഴുവൻ പാപവും ഏറ്റെടുക്കാനുള്ള കഴിവില്ല. ആ കഴിവ്, ആ ശക്തിയുള്ളത് സർവശക്തിമാനായ പതിതപാവനായ പരമാത്മാവിന് മാത്രമേ ഉള്ളൂ. അപ്പം ആ പരമാത്മാവ്, ആ ഈശ്വരൻ, അത് ശിവനാണ്. ശിവന് ദേഹമില്ല, ശിവൻ അശരീരിയാണ്, നിരാകാരനാണ്. ശിവൻ ജന്മമരണരഹിതനാണ്, അജന്മാവാണ്, ഒരിക്കലും നാശമില്ലാത്തവനാണ്. അപ്പം അങ്ങനെയുള്ള പരമശിവൻ ജ്യോതി സ്വരൂപനാണ്. അപ്പം ജഡാവൽക്കലധാരിയായി നമ്മൾ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്നു ആ മഹാദേവൻ ആരാണ്? ജഡാവൽക്കരധാരിയായ ആ മഹാദേവൻ ശങ്കരനാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് രാധാകൃഷ്ണൻ, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സീതാരാമൻ, ലക്ഷ്മി നാരായണൻ, ശിവശങ്കരൻ. ഇങ്ങനെ രണ്ട് പേരുകൾ ഒന്നിച്ച് വന്നാലും ആ വ്യക്തികൾ രണ്ടാണ്. ശിവനെ ഓർമ്മിച്ച് ആ ഒരു തപസ്സിൽ മുഴുകിയിരിക്കുകയാണ് ശങ്കരൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ശിവനും ശങ്കരനും ഒന്നാകുന്നില്ല. ശിവൻ തീർച്ചയായിട്ടും ഏറ്റവും ഉയർന്നവൻ തന്നെയാണ്, സർവോപരിയാണ്. ശങ്കരനെ കാണിക്കുമ്പോൾ ശങ്കരൻ നിരന്തരമായിട്ട് തപസ്സിലാണ്. അപ്പോൾ ആ ശങ്കരൻ ആരെയാണ് ഓർമ്മിക്കുന്നത്, ആരെയാണ് ധ്യാനിക്കുന്നത്? നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ ഉച്ചരിക്കുന്ന മന്ത്രങ്ങൾ ബ്രഹ്മദേവതായി നമഃ, വിഷ്ണു ദേവതായി നമഃ, ശങ്കർ ദേവതായി നമഃ, ശിവപരമാത്മനേ നമഃ എന്നാണ്. നമുക്കറിയാം ഈ ത്രിമൂർത്തികളും ആരാധിച്ചിരുന്നത് ആദിപരാശക്തിയാണ്. ആദിപരാശക്തി ഈശ്വരൻ്റെ മാതൃഭാവമാണ്. അതേ ഈശ്വരൻ്റെ പിതൃഭാവമായിട്ടാണ് ശിവനെ കാണിച്ചിരിക്കുന്നത്. പറയാറുണ്ടല്ലോ ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു എന്ന് പറഞ്ഞാലും ഓംകാര പൊരുൾ ഇല്ലാതാകുന്നില്ലല്ലോ. ആ ഓംകാരമാണ് ഈ പരമ്പൊരുൾ, പരമാത്മാവ്, ജ്യോതിസായ ആ പരമമായ ശിവൻ. നീ തന്നെ അച്ഛനും, നീ തന്നെ അമ്മയും, നീ തന്നെ എൻ്റെ ബന്ധുവും, നീ തന്നെ എൻ്റെ കൂട്ടുകാരനും എന്നല്ലേ പാടുന്നത്. ദേഹത്തിന് ജന്മം തന്ന അച്ഛനമ്മമാർക്കും നാശമുണ്ട്. അപ്പം പിന്നെ ഇത് ഏത് അച്ഛനാണ്, ആരുടെ അച്ഛനാണ്? ദേഹത്തിൻ്റെ അച്ഛനല്ല ഈശ്വരൻ. അപ്പം അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കേട്ടിട്ടുണ്ട് ദേഹം ദേഹി. അപ്പം ദേഹിയുടെ അച്ഛൻ, ദേഹത്തിൽ കുടികൊള്ളുന്നവനാണ് ദേഹി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ഒരു ശക്തിയുണ്ട്. ശരീരം ഒരു ജഡവസ്തുവാണ്. ഈ ജഡവസ്തുവിനെ നിയന്ത്രിക്കുന്നതും ഈ ജഡവസ്തുവിലൂടെ പ്രവർത്തിക്കുന്നതും കർമ്മം ചെയ്യുന്നതും അനശ്വരമായ ആത്മശക്തിയാണ്, ആത്മചൈതന്യമാണ്. അപ്പോൾ ഈശ്വരനെ ജ്യോതിസ് എന്ന് പറഞ്ഞു. ആ ജ്യോതിസിനെ പോലെ ആത്മാവും ജ്യോതിസ് തന്നെയാണ്, ആത്മാവും പ്രകാശം തന്നെയാണ്. ആത്മാവിൻ്റെ അച്ഛനും അമ്മയുമാണ് ഈശ്വരൻ. ഏത് തലത്തിലാണ് അതിൻ്റെ ആ വ്യത്യാസം നമുക്ക്, ആത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ചില രൂപത്തിലോ ഒന്നാണ്, ജ്യോതിസാണ്, പ്രകാശമാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആത്മാവും പരമാത്മാവും തമ്മിൽ? ഇന്നത്തെ ലോകത്തിലെ കോടാനുകോടി ആത്മാക്കൾ അവരെല്ലാം ജീവാത്മാക്കളാണ്. അവരാരും പരമാത്മാവല്ല. പരമാത്മാക്കൾ എന്ന് നമ്മൾ പറയാറില്ലല്ലോ, പരമാത്മാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ പരമാത്മാവ് ഏകവചനമാണ്. പരമാത്മാവ് സദാസാഗരമാണ്, സദാസമ്പന്നമാണ്. പരമാത്മാവ് ജനന മരണത്തിൽ വരാത്തതിനാൽ സദാ ഒരേ അവസ്ഥയിലിരിക്കുന്നു. അതേസമയം ജീവാത്മാക്കൾ, അത് ധർമാത്മാക്കളായിക്കോട്ടെ, ദേവാത്മാക്കളായിക്കോട്ടെ, പുണ്യാത്മാക്കളായിക്കോട്ടെ, മഹാത്മാക്കളായിക്കോട്ടെ, അവരെല്ലാം ജനന മരണങ്ങളിൽ വരുന്നത് കൊണ്ട് അവരുടെ ശക്തികൾ തീർച്ചയായും കുറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അതിനാൽ അവർക്കാർക്കും തന്നെ ഒരിക്കലും മറ്റുള്ളവരുടെ പാപം ഏറ്റുവാങ്ങാൻ സാധിക്കില്ല, മറ്റുള്ളവരുടെ മനസ്സിൻ്റെ അശാന്തിയെ കുറയ്ക്കാനും സാധിക്കില്ല, മറ്റുള്ളവരുടെ ഭാരങ്ങൾ ഏറ്റുവാങ്ങാനും സാധിക്കില്ല. ഇതെല്ലാം സാധിക്കുന്നത് സദാശിവനായ സാഗരത്തിന് സമാനമായ പരമാത്മാവിന് മാത്രമേ സാധിക്കൂ. ഈ ഒരു ഇതുകൊണ്ടായിരിക്കാം ആ കാലാഹലം പുറത്തേക്ക് വന്നപ്പം മറ്റുള്ള ദേവതകളെല്ലാം മഹാദേവനെ വിളിച്ചത് അല്ലേ? മഹാദേവനെ കൊണ്ട് മാത്രമേ വിഷം പാനം ചെയ്യുവാൻ സാധിക്കുള്ളൂ എന്ന ആ ഒരു ഇതിലേക്ക് വന്നത്. വേറെ ഒരു സംശയം എന്താ വെച്ചാൽ, നമ്മൾ ശിവലിംഗം വെച്ചാണ് ആരാധന ചെയ്യുന്നത് ശിവരാത്രിക്ക്. ശിവലിംഗത്തിൻ്റെ ആധ്യാത്മിക തത്വം എന്താണ്? നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ, വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ പറയാം, ദേവീദേവതകളെ കാണിക്കുമ്പോൾ അവർക്ക് ഒരു രൂപമുണ്ട്, അവർക്ക് ആടെ ആഭരണങ്ങളുണ്ട്. പക്ഷേ ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രം ഒരു ലിംഗം വെച്ച് ആരാധന ചെയ്യുന്നുണ്ട്.
അതിന് ഉടയാട പോലും ചാർത്താറില്ല. എന്താണ് ഇതിൻ്റെ ഗുഹ്യ രഹസ്യം? ഭാരതത്തിലെ ആരാധനകളിൽ വളരെ വ്യത്യസ്തമായ ഒരു രൂപമാണ് ശിവലിംഗം. ശിവലിംഗം നമ്മൾ കാണുമ്പോൾ ശിവലിംഗത്തിൻ്റെ ആ അണ്ഡാകൃതിയാണ് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നത്. ഈ അണ്ഡാകൃതി വന്നത് നമ്മളൊരു വിളക്ക് കൊളുത്തി വെക്കുമ്പം ആ പ്രകാശം തുടങ്ങുന്നത് ഒരു ബിന്ദുവിൽ നിന്നാണ്, പക്ഷെ അത് വ്യാപിക്കുന്നത് അണ്ഡാകൃതിയിലാണ്. അപ്പോൾ ഈശ്വരൻ പ്രകാശ ബിന്ദു സ്വരൂപമാണ്, അതിസൂക്ഷ്മമായ ബിന്ദു സ്വരൂപം. ആ ബിന്ദുവിൽ നിന്നും ആരംഭിക്കുന്ന ആ ഓറ, ആ പ്രകാശം അണ്ഡാകൃതിയിലാണ് വ്യാപിക്കുന്നത്. ആ അണ്ഡാകൃതിയാണ് ശിവലിംഗമായിട്ട് കാണിക്കുന്നത്. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഈ 12 ജ്യോതിർലിംഗം എന്ന് പറയുന്നത് ഈശ്വരൻ ജ്യോതിസാണെന്ന് കാണിക്കുന്നു. പക്ഷേ പിന്നീട് ഈ ജ്യോതി എന്നുള്ള ശബ്ദം ലോപിച്ചു പോയി. നമ്മൾ സാധാരണ രീതിയിൽ ശിവലിംഗം ശിവലിംഗം എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ആളുകൾ അത് മറന്നുപോയത്. പക്ഷേ ശിവൻ ജ്യോതിസ് തന്നെയാണ്. ശിവൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജ്യോതി എന്നും പ്രകാശമെന്നും പവിത്രമെന്നും വിശ്വത്തിന് മുഴുവനും മംഗളം ചെയ്യുന്നവനെന്നും എല്ലാ അർത്ഥമുണ്ട്. അപ്പം ശിവൻ എന്നുള്ളത് വലിയൊരു ശബ്ദമാണ്. ശിവനും വളരെ ഉയർന്നവനിലും ഉയർന്നവനാണ്, എല്ലാവരുടെയും പരമമായ അച്ഛനാണ്. ഇവിടെ ശിവലിംഗത്തിൽ 3 വര കാണിച്ചിട്ടുണ്ട്. ആ 3 വര സൂചിപ്പിക്കുന്നത് ശിവൻ ത്രിമൂർത്തികളുടെ തന്നെ രചയിതാവെന്നാണ്. അപ്പോൾ ത്രിമൂർത്തികൾക്ക് പോലും തൻ്റെ കർമ്മമുണ്ട്, ആ കർമ്മം ചെയ്തേ പറ്റൂ. അപ്പം ആ ത്രിമൂർത്തികൾ പോലും ആരാധിക്കുന്നതും ആ ത്രിമൂർത്തികൾക്ക് പോലും ശക്തി നൽകുന്നതും പരമാത്മാവാണ്. ഇതുകൊണ്ടാകാം ബ്രഹ്മദേവതായ നമ, വിഷ്ണുദേവതായ നമ, ശങ്കർ ദേവതായ നമ, ശിവപരമാത്മനെ നമ എന്നൊക്കെ ഭക്തിയിൽ പാടുന്നത്. മാത്രമല്ല ശിവന്റെ നിർദ്ദേശം അനുസരിച്ചാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ്. അടുത്ത വര സൂചിപ്പിക്കുന്നത് ശിവൻ ത്രികാലദർശിയാണെന്നാണ്. ത്രികാലങ്ങളെക്കുറിച്ചും ശിവൻ അറിയാം. അടുത്തത് ത്രിലോകീനാഥനാണ്. ശിവനെ പറ്റി പറയുമ്പോൾ ശിവൻ കൈലാസനാഥനാണെന്നാണ് എല്ലാവരും പറയുന്നത്. വളരെ ഉയർന്ന ഒരു സ്ഥാനത്ത് വസിക്കുന്നു, ഒറ്റയ്ക്ക് വസിക്കുന്നു, ആർക്കും ചെന്നെത്താൻ പറ്റാത്ത സ്ഥലം എന്നൊക്കെയാണ് ഭാരതീയരുടെ വിശ്വാസം. അത് ശരി തന്നെയാണ്. ശിവൻ വസിക്കുന്നത് ബ്രഹ്മലോകത്തിലാണ്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശാന്തി, നമ്മളെല്ലാവരും പാടുന്നു മലയാളികളല്ല. അപ്പോൾ ഈ ഭൂമി സാകാര മനുഷ്യന് വസിക്കാൻ യോഗ്യമായ സ്ഥലമാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള പഞ്ചതത്വങ്ങളും എല്ലാം മനുഷ്യനെ സഹായിക്കുന്ന, ജീവിക്കാൻ വേണ്ടി സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ട്. അതിനു മുകളിലായിട്ട് ഉള്ള വളരെ നിശബ്ദമായ എന്നാൽ വളരെ ശാന്തി നിറഞ്ഞ ആ ഒരു ഉയർന്ന സ്ഥാനമാണ് ബ്രഹ്മലോകം. ആ ബ്രഹ്മലോകത്തിലാണ് ശിവൻ വസിക്കുന്നത്. ആ ബ്രഹ്മലോകം സ്വർണ്ണ ചുവപ്പ് പ്രകാശം വ്യാപിച്ചിരിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു ലോകമാണ്. ആ ലോകത്തിൽ പാപാത്മാക്കൾക്ക് ചെല്ലാൻ സാധിക്കില്ല. ആ ലോകത്തിൽ ആത്മാക്കൾ നിശബ്ദമായി വസിക്കുന്നു. അവിടെ ഈ ലോകത്തിൽ നിന്നുള്ള ഒരു ഭൗതിക സാധനങ്ങൾക്കും ചെന്നെത്താൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥാനമാണ്. അവിടേക്ക് ചെല്ലണമെങ്കിൽ, പുണ്യാത്മാവാകണമെങ്കിൽ എന്ത് ചെയ്യണം? പുണ്യാത്മാവാകണമെങ്കിൽ തീർച്ചയായും പാപങ്ങളെ കഴുകി കളഞ്ഞേ പറ്റൂ. അപ്പോൾ നമുക്ക് നേരത്തെ മനസ്സിലായി, പാപം നമ്മളുടെ ഏറ്റുവാങ്ങാൻ പരമാത്മാവിന് മാത്രമേ സാധിക്കൂ. അപ്പോൾ പരമാത്മാവിനെ നമ്മൾ എങ്ങനെ ഓർമ്മിക്കണം? ഓർമ്മിച്ച് തന്നെയാണ് ഈ പാപം കളയേണ്ടത്. പക്ഷേ അതിന് നമ്മൾ ആദ്യം ഞാൻ ഈ ദേഹമാണ്, അതായത് നമ്മളുടെ ഈ ബാഹ്യമായ വ്യക്തിത്വത്തിൻ്റെ ഒരു നെഗറ്റീവായൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതാണ്, വലുതാണ്, പണ്ഡിതനാണ്, പാമരനാണ്, ഉയർന്നവനാണ്, വലിയവനാണ്, ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ് എന്നുള്ളൊരു പരിമിതമായ ബോധം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ബോധത്തെ ഇല്ലാതാക്കി ഇതൊന്നുമല്ല ഞാൻ എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായൊരു പ്രകാശമാണ്. ഇതാണ് എൻ്റെ അനശ്വരമായ വ്യക്തിത്വം. എൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ സത്യവും ശാന്തിയും സമാധാനവും പവിത്രതയും എല്ലാമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ആ ഒരു ഉയർന്ന ആത്മാവാണെന്നുള്ള ബോധത്തിൽ ഇരുന്ന് പരമാത്മാവിനെ ഏകാഗ്രമായി ഓർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പാപം നശിക്കും. അങ്ങനെ പരിശുദ്ധമായി തീരുന്ന ആത്മാക്കൾക്ക് തീർച്ചയായിട്ടും ആ വീട്ടിലേക്ക് ചെന്നെത്താൻ സാധിക്കും. ആ വീട് പരമാത്മാവിൻ്റെ മാത്രം സ്ഥാനമല്ല, അത് യഥാർത്ഥത്തിൽ വളരെ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആത്മാക്കളുടെ മുഴുവൻ വാസസ്ഥാനമാണ്. നമ്മളെല്ലാവരും ആ ഒരു മുഖ്യമായ സ്ഥാനത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നത്, ഈ കർമ്മക്ഷേത്രത്തിലേക്ക് വന്നത്. നമ്മളെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇനി നമ്മൾ തിരിച്ചു പോകേണ്ടതുമാണ്.
നമ്മൾ പറയാറില്ലേ സാധാരണ നമ്മൾ വന്നപ്പോഴും ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന്. അത് ഈ അർത്ഥത്തിലാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ശിവരാത്രി ആഘോഷിക്കേണ്ടത്? നമുക്കിപ്പോൾ പരമശിവനെ പറ്റി മനസ്സിലായി, ശിവന്റെ രൂപം എന്താണെന്ന് മനസ്സിലായി, ശിവൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായി അല്ലേ. അപ്പം അതേപോലെ നമ്മൾ വർഷം തോറും ഒരു ശിവരാത്രി ആഘോഷിക്കുകയാണ്. ഈ ശിവരാത്രിയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു സാധാരണ രാത്രിയല്ല. നമ്മളുടെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യഥാർത്ഥത്തിൽ ഇതൊരു പരിധിയില്ലാത്ത രാത്രിയാണ്. കലിയുഗമാകുന്ന അജ്ഞാന അന്ധകാരത്തിൻ്റെ രാത്രിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആ സമയത്താണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും അജ്ഞാന അന്ധകാരത്തിലല്ലേ? എല്ലായിടത്തും തെറ്റുകളും കുറ്റങ്ങളും ജയിലുകളും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് നമ്മളെപ്പോലും അറിഞ്ഞുകൂടാ, ഈശ്വരനെ പോലും നമുക്ക് അറിഞ്ഞുകൂടാ. ശിവരാത്രി നാളുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഉറക്കമൊഴിയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഈ മൂന്നാമത്തെ നേത്രം അകക്കണ്ണ് തുറക്കണം എന്നാണ്. നമ്മളുടെ ബാഹ്യമായ കണ്ണുകൾ ഈ പുറം ലോകമല്ലേ കാണുന്നുള്ളൂ. എന്നാൽ നമുക്ക് നമ്മളെ കാണാനും ഈശ്വരനെ കാണാനും അത് അനുഭവിക്കാനും ആ ഈശ്വരീയ അനുഭൂതിയിലേക്ക് പോകാനും അങ്ങനെ നമ്മുടെ മനസ്സിനെ ശക്തിമത്താക്കാനും അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ ഗഹനമായ ഒരു പരിവർത്തനം കൊണ്ടുവരാനും, ഒരു ആധ്യാത്മികമായ പരിവർത്തനം, ധാർമ്മികമായ പരിവർത്തനം കൊണ്ടുവരാനും നമുക്ക് അകക്കണ്ണ് തുറന്നെങ്കിലേ സാധിക്കും. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കണം. അതാണ് ശിവരാത്രി കൊണ്ട് സാധ്യമാകും. അതായത് സ്വയം നമ്മൾ ഈ ഭൗതിക ബോധത്തിൽ വളരെയധികം ജീവിച്ച് പല ജന്മങ്ങളെടുത്ത് നമ്മളുടെ മനസ്സിൻ്റെ ശക്തി വളരെയധികം കുറഞ്ഞു. നമുക്കറിയാം, നമ്മൾ അറിയാതെയാണ് നമ്മളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, തെറ്റുകൾ ഉണ്ടാകുന്നത്. നമ്മൾ അറിയാതെയാണ് ചെയ്യുന്നത്. നമുക്കാർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനോബലം കുറവാണ്. അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളു പരിശോധിച്ചാലും അവിടെ തീർച്ചയായിട്ടും നന്മകളുണ്ട്. പക്ഷെ ആ നന്മകളെ പുറത്ത് കൊണ്ടുവരാൻ നമ്മൾ കുറച്ചൊക്കെ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കണം. അതിന് നമുക്ക് ആത്മജ്ഞാനം ആവശ്യമാണ്, ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനവും ആവശ്യമാണ്. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഈ ഭൗതിക ജ്ഞാനം മതി. ഇന്നത്തെ ലോകത്തിലെ മനുഷ്യൻ്റെ വിശ്വാസം അതാണ്. ഈ പുറം ലോകത്തിലുള്ള ഇൻഫർമേഷൻ അത് തന്നെ ധാരാളമാണ്. എന്നാൽ അകത്തും ഒരു ലോകമുണ്ട്. ഓരോ മനുഷ്യനും ഉള്ളിൻ്റെ ഉള്ളിൽ ശാന്തിയും സമാധാനവും തൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക, ഉണരുക. അതാണ് ചെയ്യേണ്ടത്. സിസ്റ്റർ പറഞ്ഞ പോലെ ആത്മബോധത്തിൽ ഉണർന്ന് അകക്കണ്ണ് തുറന്ന് അങ്ങനെ തന്നെ ഇരുന്ന് നമ്മൾ ശിവരാത്രി ഉറക്കളച്ചു വന്നിരിക്കട്ടെ, എല്ലാവരും ഒരു തരത്തിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പാപമില്ലാത്ത ഒരു നല്ലൊരു ലോകം നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ലോകത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. കാരണം ഈ ലോകത്തിലുള്ള സർവരും ഒന്നിച്ചു ചേർന്ന് ഈ ഇന്നത്തെ ലോകത്തിനെ ബാധിച്ചിട്ടുള്ള ഈ മോശമായ അവസ്ഥ, അതായത് അത് നമ്മളുടെ ദേഹബോധത്തിൽ നിന്നുണ്ടായതാണ്, മനുഷ്യൻ്റെ അഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ്, അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. ഈ അജ്ഞാനത്തിൻ്റെതായ ബോധത്തെ ഇല്ലായ്മ ചെയ്ത് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നാൽ അതാണ് ശിവരാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം രാത്രിയെ പകലാക്കണം. അപ്പം ശിവരാത്രി എന്നും രാത്രിയായിട്ട് ഇരുന്നാൽ പോരല്ലോ, അതൊരു ശുഭരാത്രിയാക്കി നമുക്ക് മാറ്റണ്ടേ. ആ രാത്രിയെ പകലാക്കി മാറ്റാൻ വേണ്ടി ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ ഈ അറിവില്ലായ്മയുടെ ഇരുളിനെയാണ് മാറ്റേണ്ടത്. അങ്ങനെ മാറ്റാൻ ഓരോരുത്തരും തയ്യാറായാൽ, അറിവില്ലായ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ദേഹമാണ് എന്ന് വിചാരിച്ചപ്പോൾ ഉണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മനുഷ്യനെ ഒരുപാട് ദുർചിന്തകൾ ബാധിച്ചു. ആ ദുർചിന്തകൾ പിന്നീട് ദുഷ്കർമ്മങ്ങളായി, പിന്നെ അത് നമ്മളുടെ മോശമായ സംസ്കാരമായി. ആ ഒരു പൈശാചിക സംസ്കാരം നമ്മളെ ബാധിച്ചിരിക്കുകയാണ്, ഇന്നത്തെ ലോകത്തിലെ സകല മനുഷ്യരെയും. പക്ഷെ നമ്മളുടെ യഥാർത്ഥ സംസ്കാരം ആദി സനാതന സംസ്കാരമാണ്. ആ ആദി സനാതന സംസ്കാരത്തെ വീണ്ടും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമ്മളുടെ അകക്കണ്ണ് തുറന്ന് ഈശ്വരനെ ഓർമ്മിച്ചാൽ സാധിക്കും. അതെല്ലാവരും ഒന്നിച്ചു ചേർന്ന് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും സാധിക്കുക തന്നെ ചെയ്യും. അകക്കണ്ണ് എന്ന് വെച്ചാൽ ജ്ഞാനനേത്രം. ജ്ഞാനനേത്രം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ രണ്ട് കണ്ണാണ് നമുക്കുള്ളത്. പക്ഷേ ഈ രണ്ട് പുരികങ്ങൾക്കും മധ്യത്തിൽ ശങ്കരൻ ആ കണ്ണ് കാണിക്കുന്നുണ്ട്. എല്ലാ തൃക്കണ്ണ് തുറന്നു എന്ന് പറയല്ലേ. തൃക്കണ്ണ് തുറന്നാൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ? യഥാർത്ഥത്തിൽ ഋഷി മുനികളെല്ലാം തപസ് ചെയ്തത് യഥാർത്ഥത്തിൽ ആ തൃക്കണ്ണ് ഉപയോഗിച്ചാണ്. അപ്പോൾ ആ തൃക്കണ്ണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം വെറും തിലകം തൊട്ടിട്ടുണ്ട്. അപ്പോൾ ആ തിലകം തൊട്ടിരിക്കുന്നത് എവിടെയാണ്? രണ്ട് പുരികങ്ങളുടെ നടുവിലാണ്.
അപ്പോൾ ഈ രണ്ട് പുരികങ്ങളുടെയും നടുവിൽ ഉള്ള ഈ സ്ഥാനം, നമ്മുടെ ശരീരത്തിലെ ഈ സ്ഥാനം ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണ്. ഈ സ്ഥാനത്താണ് ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥനായ ആത്മാവ് വസിക്കുന്നത്. അപ്പം ഈ ആത്മാവാണെന്നുള്ള ബോധം, എന്നുവെച്ചാൽ ആത്മാവിന് നാശമില്ല, ആത്മാവിന് മരണമില്ല. അതുകൊണ്ടാണ് പരമശിവന് ശിവലിംഗത്തിന് ഉടയാട ചാർത്താത്തത്. കാരണം പല ശരീരം എടുക്കുന്നില്ല, പക്ഷെ ദേവതകളെല്ലാവരും ജനന മരണങ്ങളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഉടയാടകൾ ചാർത്തുന്നുണ്ട്, അവരെ ആഭരണങ്ങൾ അണിയിക്കുന്നുണ്ട്. നമ്മൾ ഈ ശരീരം എടുക്കുകയും ഈ ശരീരം ഉപേക്ഷിക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനാണ് ജനനമെന്നും മരണമെന്നും പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ്? നമ്മൾ ആത്മാവാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഇതാണ് ഈ ജ്ഞാനക്കണ്ണ് തുറക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കണ്ണ് തുറന്നിരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഉണർവ് വേണം. എന്താണ് ഞാൻ? ഈ ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? ഞാൻ ഈശ്വരനെ ഓർമ്മിച്ചിട്ട് എനിക്ക് എന്താ ലാഭം? അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി, ശിവരാത്രിയിൽ, അതായത് ഈ അജ്ഞാനമാകുന്ന കൊടും രാത്രിയിൽ ഞാൻ ഈശ്വരനെ ഓർമ്മിച്ചേ പറ്റൂ, അതും പരമാത്മാവിനെ ഓർമ്മിച്ചേ പറ്റൂ. പരമാത്മാവിനെ ഓർമ്മിച്ച് സ്മരിച്ച് സ്മരിച്ച് സുഖം നേടൂ എന്ന് കേട്ടിട്ടില്ലേ? പരമാത്മാവിനെ ഓർമ്മിച്ച് നമ്മുടെ ഉള്ളിലെ പാപങ്ങൾ നശിക്കണം എന്നുള്ളൊരു ദൃഢസങ്കല്പം എടുക്കുകയാണ് ഇന്നത്തെ ദിവസം ഈ മഹാശിവരാത്രി വേളയിൽ ഭക്തന്മാരെടുക്കേണ്ടത്. സിസ്റ്റർ പറഞ്ഞു, ഇപ്പോൾ അജ്ഞാന അന്ധകാരമാണ്, ലോകം മുഴുവൻ ഇരുട്ടിലാണ്, ഈ സമയത്ത് വിളക്കായിട്ട് ഈശ്വരൻ വരുക. നമ്മളിപ്പം ആദ്യത്തെ ആ ഐതിഹ്യത്തിലേക്ക് വരികയാണ്. കാരണം ആ ഐതിഹ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പാലാഴി കടഞ്ഞു, അതിൽ നിന്നും വിഷം പുറത്തു വന്നു. ആ വിഷം പാനം ചെയ്യാൻ പരമശിവനെ കൊണ്ട് മാത്രമേ സാധിച്ചുള്ളൂ. അപ്പം എന്താണ് ആ വിഷം? ആ വിഷം ഈ ലോകത്തിലുള്ള സർവരുടെയും പാപമാണ്, സർവരുടെയും ഉള്ളിലുള്ള ദുർവികാരങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരമാത്മാവ് അവതരിക്കേണ്ട സമയം ഇത് തന്നെയാണ്. ഇന്നുള്ള ഈ കലിയുഗത്തിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമുക്കറിയാം, ആളുകളെല്ലാം ഒരുപാട് പാപികളാണ്. നമ്മൾ ഓരോരുത്തരും തന്നെ വളരെയധികം പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാപം ആർക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കും? ആർക്കെങ്കിലും സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കില്ല. അപ്പോൾ അതിനാൽ അത് പരമാത്മാവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നേ പറ്റൂ. മാത്രമല്ല പരമാത്മാവിൻ്റെ മഹിമകൾ, ജ്ഞാനസാഗരൻ, ആനന്ദസാഗരൻ, പതിത പാവനൻ, പാപകടേശ്വരൻ, ഈ മഹിമകൾ എപ്പോഴാണ് പ്രാവർത്തികമാക്കുന്നത്? ഭഗവാൻ. അപ്പോൾ ആ ഈശ്വരൻ ഭൂമിയിൽ വന്ന് അത് നമുക്ക്, അഥവാ ജീവാത്മാക്കൾക്ക് അതിൻ്റെ അനുഭവം തന്നിട്ടുണ്ട്. ആ തരുന്നതിനെയാണ് നമ്മൾ ഈ മഹിമകളായിട്ട് വാഴ്ത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് ഈ സമയമാണ്. സിസ്റ്റർ പറഞ്ഞു, ഈ പാപപങ്കലമായിട്ടുള്ള ഈ ലോകത്തിൽ ആ കണ്ണ് തുറന്ന് ആത്മനേത്രം തുറന്നാണ് നമ്മൾ പുതിയ വെളിച്ചത്തിലേക്ക് പോകേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു, പരമാത്മാവ് ജ്യോതിസാണ്, വഴി കാട്ടേണ്ടവനാണ്, പാവങ്ങൾ എടുക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ ഈ കലിയുഗത്തിൻ്റെ ഏറ്റവും ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ ഈശ്വരൻ അവതരിക്കുമോ? തീർച്ചയായിട്ടും. ഭഗവാൻ എന്ന മഹാശക്തി, പരമശിവൻ, ആ മഹാശക്തിയുടെ കർത്തവ്യം തന്നെ ഇതാണ്, ഈ ലോകത്തിനെ മാറ്റുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ലോകത്തിലുള്ള മൊത്തം ആത്മാക്കളുടെ പാപം ഏറ്റുവാങ്ങാൻ ആർക്ക് കഴിയും? ആർക്കും തന്നെ സാധിക്കില്ല. അതാണ് നമ്മൾ കേട്ട ഈ ഐതിഹ്യത്തിൽ സൂചിപ്പിക്കുന്നത്. ആ ഹലാഹല വിഷം പാനം ചെയ്യാൻ, അതായത് ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരാശിയുടെയും പാപം, അത് നിസ്സാരമല്ല, അത് കൊടും വിഷമാണ്. ആ പാപം ഏറ്റുവാങ്ങാൻ തീർച്ചയായിട്ടും പരമാത്മാവിനെ സാധിക്കും. അപ്പോൾ പരമാത്മാവ് തൻ്റെ ആ വാഗ്ദാനം ഇവിടെയാണ് പാലിക്കുന്നത്. കലിയുഗത്തിൻ്റെ അന്തിമ സമയത്ത് അത് പാലിക്കുകയാണ്. പരമാത്മാവ് ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഈശ്വരൻ തൻ്റെ കർമ്മങ്ങൾ, തൻ്റെ കർത്തവ്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. പറഞ്ഞു ഈശ്വരൻ നിരാകാരനാണ് എന്ന് പറഞ്ഞു, ജ്യോതിസാണെന്ന് പറഞ്ഞു. പറഞ്ഞു ആത്മജ്ഞാനം, പരമാത്മജ്ഞാനം, ഇതൊക്കെ ശരിക്കും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗഹനമായ ഗുഹ്യതയേറിയ സംഭവങ്ങളാണ്. ചില അവർക്ക് ഈ ജ്ഞാനം എങ്ങനെ ശ്രവിക്കാൻ സാധിക്കും? ചില പറഞ്ഞ സന്യാസിമാർക്ക്, ഋഷിമുനീശ്വരന്മാർക്ക്, അവർക്കൊക്കെ പറ്റുമായിരിക്കും സിസ്റ്റർ പറഞ്ഞ പോലെയുള്ള ഒരു ജീവിതം. വെച്ചാൽ ആത്മനേത്രം തുറന്നിരിക്കുക, കലിയുഗത്തിൽ നിന്നും മുഖം ധരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും? ബ്രഹ്മകുമാരീസിൻ്റെ എല്ലാ കേന്ദ്രങ്ങളും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഈ ഒരു ആധ്യാത്മികമായ അറിവ് പഠിപ്പിക്കാൻ വേണ്ടി, അഭ്യസിക്കാൻ വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. ഏവർക്കും അങ്ങോട്ട് വരാം.
വളരെ സാധാരണമായിട്ട് വളരെ ലളിതമായ ഭാഷയിൽ എന്താണ് രാജയോഗം, എന്താണ് ആത്മാവ്, എന്താണ് പരമാത്മാവ്, ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെ അഭ്യസിക്കാം എന്ന് ഒരു ദിവസം 1 മണിക്കൂറിൻ്റെ അങ്ങനെ 7 ദിവസത്തെ കോഴ്സാണ്. ഈ കോഴ്സിലൂടെ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ പ്രായപരിധി അങ്ങനെ ഇതിന് പ്രായപരിധിയില്ല, ജാതിമത വ്യത്യാസങ്ങളില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് വന്ന് പഠിക്കാം. കാരണം നമ്മളെല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. അപ്പം ഈശ്വരീയ ജ്ഞാനം എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. നന്ദി സിസ്റ്റർ. സിസ്റ്ററിൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് വളരെ കടപ്പാടുകൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു.